നമസ്കാരം. ഉത്തര കൊറിയ വൻതോതിലുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാൻ തയ്യാറെടുക്കുന്നതായുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര മാധ്യമമായ ഫെസ്പോസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവിട്ടത്. ഇത് സംബന്ധിച്ച് പെന്റഗണിന്റെ കോണ്ടിനെന്റൽ പ്രതിരോധത്തിന്റെ ഉന്നത കമാൻഡർ സെനറ്റിൽ രേഖാമൂലം നൽകിയ സാക്ഷ്യപത്രത്തിലാണ് ഉത്തര കൊറിയയിൽ നിന്നും ഇത്തരമൊരു മുന്നറിയിപ്പ് ലോകത്തിന് ലഭിച്ചിരിക്കുന്നത്. ഈ മിസൈലുകൾ അമേരിക്കയെ ആക്രമിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നാണ് പെന്റഗൺ വക്താവ് അറിയിച്ചിരിക്കുന്നത്. കിം ജോങ് ഉന്നിന്റെ ഭരണകൂടത്തിന് വടക്കേ അമേരിക്കയിൽ ഉടനീളമുള്ള ലക്ഷ്യങ്ങളിലേക്ക് ഒരു ആണവ മിസൈൽ തൊടുത്തുവിടാൻ കഴിയുമെന്നും പെന്റഗൺ വക്താവ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പഴയ മോഡലുകളെക്കാൾ വേഗത്തിൽ വിന്യസിക്കാനും വിക്ഷേപിക്കാനും കഴിയുന്ന ഉത്തര കൊറിയയുടെ ഫാസോങ് 19 ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണം കഴിഞ്ഞ ഒക്ടോബറിൽ നടന്നിരുന്നു. അതേസമയം അമേരിക്കയുടെ മിസൈൽ പ്രതിരോധം ശക്തിപ്പെടുത്താനുള്ള നീക്കത്തിലാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിലവിൽ അലാസ്കയിലെ ഫോർട്ട് ഗ്രിലിയിലും കാലിഫോർണിയയിലെ വാണ്ടർബർഗ് സ്പേസ് ഫോഴ്സ് ബേസിലും 40-ലധികം ഗ്രൗണ്ട് അധിഷ്ഠിത ഇന്റർസെപ്റ്ററുകൾ അമേരിക്ക പ്രവർത്തിപ്പിക്കുന്നുണ്ട്. പ്രധാനമായും ഉത്തര കൊറിയയിൽ നിന്നുള്ള പരിമിതമായ ആക്രമണത്തെ ചെറുക്കുന്നതിനായി രൂപകൽപ്പന ചെയ്യുന്നവയാണ് ഇവയെന്നാണ് റിപ്പോർട്ടുകൾ. ഉത്തര കൊറിയയുമായി ഒരു സമാധാന ബന്ധത്തിന് തുടക്കം കുറിക്കാൻ പ്രസിഡന്റ് ട്രംപ് ആവുന്നതും ശ്രമിച്ചിരുന്നു. പക്ഷെ പണ്ടേ അമേരിക്കൻ നയങ്ങളോട് വലിയ താല്പര്യമില്ലാത്ത ഉത്തര കൊറിയ അത്ര കണ്ട് അമേരിക്കയുടെ വലയിൽ വീഴാൻ താല്പര്യം കാണിച്ചില്ല എന്ന് മാത്രമല്ല, പലതവണയായി അമേരിക്കയ്ക്ക് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ പരോക്ഷമായി നൽകിയിട്ടുമുണ്ട്. അമേരിക്കയ്ക്ക് നേരെ വന്ന് വീഴാൻ കെൽപ്പുള്ള ഒരു മിസൈൽ ഉത്തര കൊറിയയിൽ ഞെരുങ്ങുന്നതിൽ കാര്യമായ രീതിയിലാണ് അമേരിക്ക എന്ന് പെന്റഗൺ തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. പെട്ടെന്നൊരു ആക്രമണം ഉണ്ടായാൽ അത് കാര്യമായ പ്രത്യാഘാതങ്ങൾ തന്നെ അമേരിക്കയ്ക്ക് നൽകും. പുതിയ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളുടെ നിർമ്മാണം കിം തന്റെ തന്ത്രപ്രധാനമായ ആയുധ പരീക്ഷണങ്ങളെ ഗവേഷണ വികസനത്തിൽ നിന്ന് മറ്റുൽപാദനത്തിലേക്കും ഫീൽഡിലേക്കും മാറ്റാൻ ശ്രമിക്കുന്നതിന്റെ തെളിവാണെന്നാണ് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. പെട്ടെന്നുള്ള ആക്രമണത്തിൽ നിന്നും അമേരിക്കയെ സംരക്ഷിക്കുന്നതിനായി സമഗ്രമായ ഒരു അയൺ ഡോം സൃഷ്ടിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിജ്ഞ നിറവേറ്റാൻ സമയമായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കൂടാതെ ഉത്തര കൊറിയയിൽ നിന്നും വരാൻ സാധ്യതയുള്ള ആക്രമണത്തിൽ നിന്ന് പ്രാഥമികമായി പ്രതിരോധിക്കുന്നതിനായി അലാസ്കയിലെ ഫോർട്ട് ഗ്രിലിയിലും കാലിഫോർണിയയിലെ വാണ്ടർബർഗ് സ്പേസ് ഫോഴ്സ് ബേസിലുമായി 40-ലധികം ഗ്രൗണ്ട് അധിഷ്ഠിത ഇന്റർസെപ്റ്ററുകളുടെ ഒരു കപ്പൽ കൂട്ടത്തെ തന്നെ അമേരിക്ക വികസിപ്പിക്കുകയും വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്ക അധികാരത്തിലെത്തിയതോടെ നേടിയെടുക്കുന്ന ആധിപത്യത്തിൽ അന്ധമായി വിശ്വസിക്കുന്ന ഒരു ആധിപത്യ സ്ഥാപനമാണെന്നും ആരോപിച്ച മന്ത്രാലയം പ്രകോപനക്കാരെ ശിക്ഷിക്കാനുള്ള നിയമപരമായ അവകാശം ഉത്തര കൊറിയ ഒരു മടിയും കൂടാതെ ഉപയോഗിക്കുമെന്നും ശക്തമായ താക്കീത് അമേരിക്കയ്ക്ക് നൽകിയിരുന്നു എന്ന് മാത്രമല്ല, അമേരിക്കൻ ദക്ഷിണ കൊറിയൻ സംയുക്ത സൈനിക പ്രവർത്തനങ്ങൾ ഉത്തര കൊറിയയിൽ ഉപദ്വീപിലെ സമാധാനത്തിന് ഭീഷണിയാകുമെന്നും രാജ്യം വാദിക്കുന്നുണ്ട്. ഉത്തര കൊറിയക്കെതിരെ നീങ്ങാനുള്ള പദ്ധതികളാണ് ഇരു കൂട്ടരും തമ്മിൽ തയ്യാറാക്കുന്നതെന്നും ഉത്തര കൊറിയ ആരോപിക്കുന്നുണ്ട്. അധികാരത്തിലേറിയതിനു ശേഷം ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്നുമായി നേരിട്ടുള്ള ചർച്ചകൾക്കായി ബന്ധപ്പെടാൻ ഉദ്ദേശിക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് പ്രസ്താവനകളിൽ സൂചിപ്പിക്കുന്നുണ്ടെങ്കിലും അതിനൊരു താല്പര്യവും ഇതുവരെയും ഉത്തര കൊറിയ പ്രകടിപ്പിച്ചിട്ടില്ല. ഏത് നിമിഷവും ഉത്തര കൊറിയയിൽ നിന്നും ഒരു ആക്രമണം ഉണ്ടായേക്കാമെന്ന മുന്നറിയിപ്പാണ് പെന്റഗണിന്റെ കോണ്ടിനെന്റൽ പ്രതിരോധത്തിന്റെ ഉന്നത കമാൻഡർ അടക്കം അമേരിക്കയ്ക്ക് നൽകിയ മുന്നറിയിപ്പ്.